ഐസപ്പ് ഇന്നൊരു കിട്ടിക്കൻ ചലഞ്ചായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന അപ്പാർട്ട്മെന്റിന്റെ ചെറിയൊരു പോർഷനെ നമ്മൾ പക്കായിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാനിങ്ങനെ വൈഡ് ആക്കി പിടിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ശരിക്കും കാണാൻ പറ്റത്തില്ല, ശരിക്കും വിസിബിൾ ആവത്തില്ല. അങ്ങനെ കാണാൻ പറ്റാത്ത വരെ അഴുക്ക് നമ്മൾ പക്കായിട്ട് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. സൂമൊക്കെ ചെയ്ത് വെക്കുമ്പോൾ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല അഴുക്ക്. ഇതുപോലെ കുറേ ഉണ്ട്, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറ ഞാനിങ്ങനെ വൈഡ് ആക്കി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അധികം കാണാത്ത. അപ്പോൾ നമ്മുടെ എക്യുപ്മെന്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ത്രീ ആണെങ്കിൽ അകത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് സെറ്റായി നിൽക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ക്ലീൻ ആക്കി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അടിപൊളിയായിട്ട് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനോട് സൈഡിൽ നിന്ന് പതുക്കെ അടിയും പരിപാടിയെല്ലാം തുടങ്ങി. വീഡിയോ എടുക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, ഗിംബൽ എടുത്തിട്ടില്ല, അങ്ങനെ ഒരു സാധനം എടുത്തിട്ടില്ലാത്തതുകൊണ്ട് കയ്യിൽ പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നല്ല ഷേക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അതിലൊരു കയ്യിൽ വീഡിയോയും പിടിക്കണം, ഒരു കൈ കൊണ്ട് വർക്ക് കൂടെ ചെയ്യണം എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമില്ലേ. എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുത്ത് വ്ളോഗാക്കി ഇടാൻ തന്നെ കാരണം വേറെ വീഡിയോയുടെ ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. കാരണം ഇപ്പോൾ കുറേ ക്ലീനിങ് വീഡിയോസ് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്ത് ജസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കരുതി ജസ്റ്റ് വീഡിയോ കണ്ടന്റ് ആക്കി എടുത്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു സ്ഥലം പ്രോപ്പർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നത്താണ് കേട്ടോ. കുന്നത്തുള്ള ചെറിയൊരു ഫ്ലാറ്റിലാണ് ഈ വർക്ക് നടക്കുന്നത്. ഇടയ്ക്ക് കറങ്ങടിച്ച് വന്നെങ്കിൽ ഇപ്പോൾ ഇതിന് സ്ത്രീ ആണെങ്കിൽ ഇവിടെ വൈപ്പർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പുതിയൊരു വൈപ്പർ കിട്ടിയതാണ്. ഇത് കിച്ചൻ്റെ ഒരു പോർഷനാണ് കേട്ടോ. കൂടുതലും പ്രാവുകൾ വന്ന് കൂട് കൂട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നിറച്ച് പ്രാവും കൂടാണ്. ഒരുപാട് പ്രാവുകൾ ഇതിൻ്റെ ടെറസിൻ്റെ മേലിലുണ്ടാവും. മെയിനായിട്ടും ക്ലീൻ ചെയ്യാനായിട്ടുള്ള റീസൺ അത് തന്നെയാണ്. പ്രാവെല്ലാം അടുക്കളയിൽ കയറുന്നു, ഉള്ളിലേക്ക് കയറി വരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീട്ടുകാർക്കുണ്ടായി. കാരണം കിച്ചൻ്റെ പോർഷൻ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ടഫായിരുന്നു. കാരണം ഒരുപാട് നാൾ പഴക്കമുള്ളതുകൊണ്ട് പ്രാവെല്ലാം ജനൽ വഴി കയറി വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തുടങ്ങിയ ഈ ബാക്ക് സൈഡിലും ഭയങ്കര കച്ചറിയായിരുന്നു. കാരണം പ്രാവുകൾ സ്ഥിരം വന്നിരിക്കുന്നതും കാഷ്ടമിടുന്ന ഒരു സ്ഥലമായിരുന്നുണ്ട്. പ്രാവ് വളർത്തുന്ന കാര്യത്തിൽ സ്ത്രീക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. വളർത്തു പ്രാവാണെന്ന് പറഞ്ഞാൽ കുറച്ച് തർക്കിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു സിങ്കിന്റെ പോർഷനാണ്. പ്രാവൊക്കെ ഇതിനകത്ത് ഒന്ന് മുട്ടയിടുകയും കാഷ്ടമിടുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പ്രാവൊക്കെ വാഴുകാനും വെള്ളം കുടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. സിങ്ക് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പ്രാവിന് പോലും മനസ്സിലായി. ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന ലോഷൻ ഹാർപ്പിക്കാണ്. കാരണം നമ്മുടെ ഇതിന്റെ ബോൾ ക്ലീൻ ചെയ്യുന്ന വേറെ ലോഷനൊന്നും ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ച് കിട്ടിയതുകൊണ്ട് ആള് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പേരും റെഡിയാക്കി എടുക്കുമായിരുന്നു. പൈസ ഒന്നും മേടിക്കാതെ ചെറിയ സേവനം പോലെ ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു സമാധാനം ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്കൊരു വീഡിയോ എടുക്കാൻ ഒരു ചെറിയ കണ്ടന്റും ആയാലും. കാരണം വെറുതെ ഇരിക്കുന്നതിലും നല്ലത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടന്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും റീച്ച് ആകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യം ഓർത്താണ് ഞാൻ വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കാൻ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടും വേറെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും വേറെ ആളില്ലാത്തതുകൊണ്ടും ഞങ്ങൾ പെട്ടെന്ന് ഷോട്ടുകളെല്ലാം കട്ട് ചെയ്തെടുക്കുമായിരുന്നു. അതുകൊണ്ട് വേഗം വീടിന്റെ ക്ലീനിങ് പണി പെട്ടെന്ന് അങ്ങ് തീർന്ന് കിട്ടിയിട്ടോ. ഈ കളർ ഗ്രേഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത്ര യെല്ലോ ഷെയ്ഡ് വരുന്നത്. ശരിക്കും ഇതിന്റെ കളർ യെല്ലോ അല്ല കേട്ടോ, വേറെ ഒരു ലൈറ്റ് യെല്ലോ ആണ്. ഈ വീട്ടിൽ വരുന്നത് ശരിക്കും ടോട്ടൽ 3 റൂമാണ്. 3 റൂമിലും 3 ബാത്റൂം ഉണ്ട്. ബാക്ക് സൈഡിൽ സെപ്പറേറ്റ് ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. കിച്ചന്റെ പോർഷനൊക്കെ ശരിക്കും പതപ്പിച്ച് കുളിപ്പിച്ചെടുത്ത് കിച്ചൺ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു റൂമിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു ബെഡ്ഷീറ്റ്, പുതിയ ബെഡ്, പായ കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം ഇവിടെ താമസക്കാർ എത്രയും പെട്ടെന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. വന്ന് ചെക്ക് ചെയ്തിട്ട് പോയതിന്റെ സിമ്പലാന്ന് തോന്നുന്നു. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്നതല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് ആ പത ഇങ്ങനെ വലിച്ചെടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രീയുടെ സെപ്പറേറ്റ് പ്രത്യേകം പറഞ്ഞ് മേടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഓവർ വെള്ളമൊന്നും ആക്കാതെ, കാരണം ഇതിന് വേറൊരു ഓവുചാലില്ല, അതായത് വെള്ളം ഓസില്ല, പുറത്തേക്ക് പോകാനായിട്ടൊരു വഴിയില്ല. കാരണം ആ വാതിലിന്റെ കട്ടളാക്കി ഇരിക്കുന്നുണ്ട്. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് പകരം ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇത് മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കഴുകണ്ട, ജസ്റ്റ് മൂപ്പ് ചെയ്താൽ മതി എന്നാണ്. പക്ഷെ ഞങ്ങൾ ആ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നല്ല പതപ്പിച്ച് ടൈലൊക്കെ നല്ല പക്ക നീറ്റാക്കി എടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന റൂമാണ്. ഇത് കിച്ചണിലെ വെള്ളമാട്ടോ. ഇതെല്ലാം ഈ വൈപ്പർ കൊണ്ട് വൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ട് കയറ്റുന്നതാണ്. കാരണം നമുക്ക് ഫുള്ളി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഓവർ വെള്ളമായി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഇതെടുത്ത് പിഴിഞ്ഞ് കളയാനായിട്ട് നല്ല സമയം എടുക്കും. അതുകൊണ്ട് ഒറ്റ ബക്കറ്റ് കൊണ്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് ഈ റൂം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പതയാക്കിയതിൻ്റെ മെയിൻ ലക്ഷ്യം വേറൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കിതിനകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ തെന്നി കളിക്കാൻ വേണ്ടിയായിരുന്നു. അതാണ് ഞാൻ സ്ത്രീയോട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടും പെട്ടെന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതുകൊണ്ടും ഞങ്ങൾ വേഗം എത്രയും പെട്ടെന്ന് തീർക്കാൻ നോർത്തായിരുന്നു. അതുകൊണ്ട് പത വെച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറിച്ച് കളിച്ചിട്ട് വേഗം പരിപാടി തീർക്കാനുള്ള പരിപാടി നോക്കി. ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് ഒരു 11 മണിക്കാണ്. ഞങ്ങളൊരു 12-12:30 കൂടി മൂവ് ചെയ്ത് വൈപ്പ് ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റിന്റെ പ്രശ്നം നമ്മളെ നല്ലപോലെ ബാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അകത്ത് ഒരുപാട് ലൈറ്റുകളൊന്നുമില്ല. ചില റൂമിൽ, അതായത് ഈ റൂമിലൊക്കെ കയറുമ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. ബാക്കി റൂമുകളിൽ, കിച്ചണിൽ, ബാക്ക് സൈഡിൽ അവിടെ ഒന്ന് ചെന്ന് കഴിയുമ്പോൾ അത്യാവശ്യം ലൈറ്റൊന്നും കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോയുടെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഡിമ്മായിട്ട് കണ്ടോ, ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ, ഡിമ്മായിട്ടൊക്കെയാണ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ വെള്ളമെല്ലാം കൂടെ വൈപ്പ് ചെയ്തതിന് നേരെ കിച്ചണിലേക്ക് കൊണ്ടുപോകണം. അവിടുന്ന് പിഴിഞ്ഞെടുത്ത് ബക്കറ്റിലെടുത്തിട്ട് പുറത്തേക്ക് കളയണം. കാരണം ഇവിടുന്ന് റൂമിൽ നിന്ന് വേറെ ഓസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വെള്ളത്തിൽ വേഗം ചെയ്ത് തീർക്കാൻ ഓർത്ത്. കിച്ചണും കഴിഞ്ഞിട്ട് എൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു വർക്ക് ഏരിയ പോർഷൻ ഉണ്ടായിരുന്നു. ആ ഭാഗമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർത്ത് ആ നിലവും കൂടെ കിട്ടുമെന്നാണ്. പക്ഷേ ക്യാമറ അവിടെ വെച്ച് വൈഡായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും
ആ ജനലിൻ്റെ പോർഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പിന്നെ എന്നെയും. അതുകൊണ്ട് നിലത്തെ കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇത്ര എനർജിയോടെ വർക്ക് എടുക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് റെഡിയാവുന്നത്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു താല്പര്യമാണല്ലോ. അത് വ്ളോഗിനെ കേട്ടോ ഞാൻ പറഞ്ഞു, വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതൊരു വ്ളോഗാക്കി കണ്ടൻറ്റാക്കി ഇടാന്നുള്ളതുകൊണ്ടും ഞാൻ നല്ലപോലെ എടുത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. പിഴിഞ്ഞെടുക്കുന്ന ഒരു മോപ്പാണ്. ഇതാണ് മോപ്പെന്ന് പറഞ്ഞ സാധനം അവിടുന്ന് തന്നതാണ് കേട്ടോ. വർക്ക് ഏരിയയുടെ ഏറ്റവും ബാക്ക് സൈഡിൽ ഒരു പൈപ്പ് ഉള്ളതുകൊണ്ട് വളരെ ഉപകാരമായിരുന്നു. ബക്കറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഈ വൈപ്പറേ നമുക്ക് ഒറ്റ സ്റ്റിക്കേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് വൈപ്പറയിൽ നിന്ന് നേരെ മോപ്പ് മാറ്റി എടുക്കുവാണ് കേട്ടോ. ലാസ്റ്റ് ഈ മോപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കെല്ലാം കംപ്ലീറ്റ് ആവും. അപ്പോഴത്തേനുമാണ് ശ്രീ വന്നത്. ശരിക്കും ക്യാമറ ഓണാക്കി വെച്ച് ശ്രീ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ക്യാമറ ഓണാന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പുള്ളി നൈസായിട്ട് മുങ്ങുമായിരുന്നു. കാരണം ഈ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നൊക്കെയുള്ള ചിന്താഗതി ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ചമ്മലെന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് ജെന്യുവനായിട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട്, ഇപ്പം നമ്മൾ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഏത് കാര്യത്തിനാണെങ്കിലും നമ്മളൊരു ജെന്യുവിനിറ്റി കൊടുക്കുക. പൈസയ്ക്ക് എടുത്ത് ചെയ്യാലോ എന്നുള്ള ആദ്യത്തെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ജസ്റ്റ് വീഡിയോയും എടുക്കാൻ നമുക്കൊരു ഉപകാരപ്പെടുന്ന വ്ളോഗും ആകും, ഒരു സേവനം പോലെ നമുക്ക് ചെയ്തും കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതിനകത്ത് എൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം തന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കണ്ടന്റ് എവിടെയെങ്കിലുമൊക്കെ തപ്പി പിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു പോർഷൻ ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിറച്ച് അലമ്പായിട്ട് കുറേ ഇലകളും പ്രാവിൻ്റെ കാഷ്ടമൊക്കെ ആയിട്ട് കിടക്കുന്നത്. ഇപ്പം നല്ല പക്ക നീറ്റായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലൂടെ നമ്മുടെ ചലഞ്ച് എല്ലാം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പോകാൻ നേരത്ത് ജസ്റ്റ് ഗ്ലാസ്സോടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലീനിങ് ചലഞ്ച് ഫുള്ള് ഫിനിഷ് ആയിട്ടോ. നമ്മൾ ഏകദേശം എല്ലാം പക്ക അടിപൊളിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേറൊരു ചലഞ്ചായിട്ട് ഈ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴേലും വരാം.